സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഇര എനിക്ക് കിട്ടിയിരിക്കുന്നത്. വീരെവിടെ? ഭാഗ്യം, നിനക്ക് ഓർമ്മ കിട്ടിയല്ലോ. വീരതേ അവിടെ ആകാശത്ത് പട്ടങ്ങളോടൊപ്പം പറന്നോണ്ടിരിക്കുക. വേഗം ചെല്ല്, വീറിനെ രക്ഷിക്കേ. ഇവിടെയുണ്ട് ബോസ്, പട്ടത്തിന്റെ രൂപത്തിൽ. ഞാൻ ആകെ ക്ഷീണിച്ചു. എന്നെങ്കിലും ഒരു ദിവസം നിന്നെ പിടിക്കാൻ ഞാൻ വരും. ജിന്റു, ഇയാളുടെ കൺമുന്നിന്ന് ദൂരെ പോ, വേഗം. അങ്കിളിന്റെ ജോലി ചെയ്യുന്നേ, എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? ജിന്റു, ഇതിപ്പോ ഒരുപാടായി. ആ മുറിഞ്ഞുപോയ പട്ടങ്ങളുടെ അടുത്ത് എന്നെ വേഗം എത്തിക്കേ. എന്നിട്ട് എന്റെ പട്ടം എനിക്ക് തിരിച്ചതാ. ഇതെന്റെ പട്ടവാ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ വീർ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മുന്നൂനെ പട്ടം കൊണ്ടുവരാൻ പറ്റിയില്ല. വീർ, ഇന്ന് മകരസംക്രാന്തി ആയതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. ആരാണോ ഏറ്റവും അധികം പട്ടങ്ങൾ വെട്ടുന്നത് അവർക്ക് ഞാൻ. കൊള്ളാം. ജിന്റു, വേഗം എന്നെ പഴയ പോലെ ആക്കിക്കോ. ഈ രൂപത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നീയും നിന്റെ രൂപത്തിലായിക്കോ. ഓക്കേ ബോസ്. ഈ തത്തമ്മ മേൽക്കൂരയിൽ കയറിയിരുന്ന ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. നിന്റെ സംശയം ശരിയായിരുന്നു. ജിന്റു, നീ ഈ രൂപത്തിൽ തന്നെ കിടന്നുറങ്ങ്. പിന്നെ അപ്പൂപ്പ, ഈ പാരറ്റിന്റെ ജിന്റുന്റെ റൂമിൽ കൊണ്ട് വെക്ക്. ജിന്റു, നേരത്തെ ആന്റി പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. അല്ല, നീ എന്തായി ചെയ്യുന്നത് വീർ? ഈ റോബോട്ട് ആ പാരറ്റിന്റെ പിന്നാലെ പോവും. അപ്പൊ പിന്നെ ഞാൻ ഈ റോബോട്ടിനെ ട്രാക്ക് ചെയ്ത് ആ കള്ളന്റെ അടുത്തേക്ക് പോവും. ആ തത്തമ്മ സ്വർണ്ണങ്ങൾ എടുത്തോണ്ട് പറന്നുപോയി. വേഗം അതിന്റെ പിന്നാലെ പോ. System start. വെരി ഗുഡ് മിട്ടുമൊത്തേ, വെരി ഗുഡ്. ഇന്നാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം. കള്ളൻ ചേട്ടാ, നിങ്ങളിത് എന്താ ചെയ്യുന്നേ? ഇത്രയും നല്ല തത്തമ്മേനെ നിങ്ങൾ കള്ളനാക്കിയോ? എടാ കൊച്ചറക്ക, നീ ഏതാടാ? ഓർഡറാ ഇവിടുന്ന്. ഞാൻ പോവാൻ വന്നതല്ല, നിങ്ങളെ ഇവിടെ നിന്ന് പിടിച്ചോണ്ടോ വന്നതാ. ഈ ചെറുക്കൻ ആളൊരു പുലിക്കുട്ടി തന്നെയാണല്ലോ. എവിടെയാ പുലി? എവിടെയാ പുലി? എനിക്ക് പുലിയെ ഭയങ്കര പേടിയാ. അതാ അയാളൊരു എക്സാമ്പിള് പറഞ്ഞതാ. നീ ഇതുവരെ അത് കേട്ടിട്ടില്ലേ? പക്ഷേ തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ മോശം ഫലം കിട്ടും. നിങ്ങളെ ഞാൻ ജയിലിലേക്ക് അയക്കാൻ പോവാ. നീ തന്നെയാണോ എന്നെ ജയിലിലേക്ക് അയക്കാൻ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിൽക്കുന്ന ചെറുക്കനെയും അവന്റെ ആ കഴുതയെയും നല്ല ഒന്നാന്തരം കൊത്തി അവശരാക്കി ഓടിച്ചുവിട്. അയ്യോ, എന്റെ മൂക്കെ കൊത്തുന്നേ. വീർ, വീർ, ജിന്റു. അയ്യോ, എന്റെ ചെവിയെ കുത്തുന്നേ. അയ്യോ, എന്റെ മൂക്കേ.
വിളിച്ചത്? ഇപ്പൊ തന്നെ എല്ലാം പഴയതുപോലെ നോർമലാക്ക്, എന്നിട്ട് എല്ലാവരുടെയും ഓർമ്മ മായ്ച്ചു കളാ. എന്നാ പിന്നെ പോയാലോ സാറേ? ശരി, പോയിക്കോ അങ്കിളെ. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നോളൂ, അല്ലെങ്കിൽ ഇയാൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും. അയാൾക്ക് ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കും. അയ്യോ, ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നേ? അയ്യോ, ഇതെന്ത് മായവിദ്യയാണ്? ഇവനേതോ മായാജാലക്കാരനാണ്. ജിൻടു, ഇംലിയെ കൂട്ടിക്കൊണ്ട് എന്റെ പിന്നാലെ വാ. ജിൻടു, വരൂ, വേഗം പോവാ. വീറിന് പിന്നാലെ പോണം. ആരുടെ പിന്നാലെയാ പോകേണ്ടത്? ഞാൻ ആരാണ്? ഇന്നലെ രാത്രി എന്റെ അങ്കിളിനെ നീ കൊള്ളയടിച്ചില്ലേ? അദ്ദേഹത്തിന്റെ സാധനമൊക്കെ തിരിച്ചു കൊടുത്ത് അയാളോട് ക്ഷമ ചോദിക്കേ, ഇല്ലെങ്കിൽ അയ്യോ, ഒരു അബദ്ധം പറ്റി. ഞങ്ങളോട് ക്ഷമിക്കണേ. അയ്യോ, please ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. സമയം എന്തായി മോനെ? ഭൂതം, 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 ഭൂതം. ഇത് ശരിക്കുള്ള ഭൂതമാണല്ലോ. നൈസ് ജംപ്. അതിനെന്തിനാ നീ ഇത്രയും ഉയരത്തിൽ പോയത്? എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ, ഭൂതം, ഭൂതം. ബോസ്, ബോസ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. കൈ കിട്ടുന്നെല്ലാം വാരിയെടുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഭൂതം. എന്ത് പറ്റി? എന്താണ് സംഭവം? പോലീസിന്റെ റെയ്ഡ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, പോലീസ് ഒന്നും വന്നില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭൂതങ്ങൾ ഇവിടെ റെയ്ഡ് നടത്തുകയാ. നമ്മളിവിടെ ഊടായ്പ ഭൂതത്തിന്റെ വേഷം കെട്ടി നാടകം കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ശരിക്കുള്ള ഭൂതത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നത്. അല്ല, നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരിക്കും അങ്ങനെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ആരെങ്കിലും നമ്മളെ പോലെ നാടകം കളിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ വലയിൽ തന്നെ നമ്മളെ വീഴ്ത്താനുള്ള പ്ലാൻ ആയിരിക്കും. ആദ്യമായിട്ടാ ഞാൻ ഭൂതങ്ങളുടെ വായിന്ന് ഭൂതം ഇല്ലാന്ന് പറയുന്നത് കേൾക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും എല്ലാവരും പേടിപ്പിച്ചതല്ലേ? ഇനി നിങ്ങളെ കുറച്ചൊന്ന് പേടിക്ക്. അയ്യോ, ഭൂതം ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഭൂതങ്ങളുടെ വേഷം കെട്ടില്ല. ഇനി ഒരിക്കലും ഞങ്ങളുടെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യില്ല. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ കിട്ടാൻ ചെയ്ത് എല്ലാവരും ഞങ്ങൾ വെറുതെ വിട്ടോളാം. ഞങ്ങളെ ഒന്ന് വെറുതെ വിടേ. പ്ലീസ്, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ശരി, വെറുതെ വിട്ടേക്കാം. ഓടിക്കോ. സാറേ, രക്ഷിക്കണേ.